ബൈ ബാക്ക് ഓഫ് ഷെയർസ്. ബൈ ബാക്ക് ഓഫ് ഷെയർസ് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡിബെഞ്ചർ, പ്രിഫറൻസ് ഷെയർ, ഇതിനൊക്കെ നമ്മൾ റിഡംഷൻ എന്നാ പറയാം. ഇക്വിറ്റി ഷെയറിനെ തിരിച്ചു വാങ്ങുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ബൈ ബാക്ക് എന്ന് പറയാം. ഡിബെഞ്ചറിനെയും പ്രിഫറൻസ് ഷെയറിനൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ആർ ഇഷ്യൂഡ് വിത്ത് എ ഫിക്സ്ഡ് മെച്യൂരിറ്റി. ഒരു ഇത്ര കാലയളവിലോട്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിബെഞ്ചറും പ്രിഫറൻസ് ഷെയറൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഇഷ്യൂ ചെയ്യുക. പക്ഷേ ഇക്വിറ്റി ഷെയർ നമ്മൾ എങ്ങനെ ഇഷ്യൂ ചെയ്യുക, ആസ് ലോങ് ആസ് ദ കമ്പനി എക്സിസ്റ്റ്, അല്ലേ? കമ്പനിക്ക് പെർപെച്വൽ സക്സഷനാണ്. കമ്പനി ഉള്ളിടത്തോളം കാലം കമ്പനീൻ്റെ എന്തുണ്ടാവും, ഇക്വിറ്റി ഷെയർ ഉണ്ടാവും. അപ്പോൾ ഒരു ഫിക്സ്ഡ് ടൈം പീരീഡ് വെച്ചല്ല നമ്മൾ എന്ത് ചെയ്യണത്, ഓണർ ആവുന്നത്. ഇപ്പോൾ നമ്മളൊരു പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങുന്ന സമയത്ത് ഒരു 5 വർഷത്തേക്ക് 10 വർഷത്തേക്ക് അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ എത്ര നാൾ ഈ ബിസിനസ് മുന്നോട്ട് പോവോ അത്ര നാളത്തേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ശരിയല്ലേ? അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന എന്തല്ല, ഒരു വിത്ത് എ ഫിക്സ്ഡ് മെച്യൂരിറ്റി അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഇക്വിറ്റി ഷെയറിനെ നമ്മുടെ കമ്പനി തിരിച്ചു വാങ്ങുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്താ അറിയോ, ഇക്വിറ്റി ഷെയർ ബൈബാക്ക്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ജസ്റ്റ് ദ ഇഷ്യൂ ഓഫ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ഷെയർ ഇഷ്യൂ. ഷെയർ ഇഷ്യൂവിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ഷെയർ ബൈബാക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഷെയർ ഇഷ്യൂവിൽ എന്താ ആക്ച്വലി സംഭവിക്കുന്നത് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഷെയർ ഇഷ്യൂവിൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, ഷെയർ ഇഷ്യൂവിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷെയർ ഇഷ്യൂവിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പബ്ലിക്കിന് എന്ത് ചെയ്യും, ഷെയർ കൊടുക്കും. പബ്ലിക്കിന് ഷെയർ കൊടുക്കുന്നതിൻ്റെ റിട്ടേൺ ആയിട്ട് അവർ നമുക്ക് എന്ത് തരും, പൈസ തരും, അല്ലേ? പബ്ലിക് നമുക്ക് പൈസ തരും, അവർക്ക് നമ്മൾ എന്ത് കൊടുക്കും, ഷെയർ കൊടുക്കും. ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായി മാറും, നമ്മുടെ കമ്പനിയിലെ ഓണറായിട്ട് മാറും, ഷെയർ ഹോൾഡറായിട്ട് മാറും. ശരിയല്ലേ? അപ്പോൾ ഷെയർ ഹോൾഡർ ഈസ് ദ ഓണർ. അപ്പോൾ അവർക്ക് എന്ത് കിട്ടും, നമ്മുടെ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഒരു ഷെയർ കിട്ടും, അല്ലേ? ആ പ്രോഫിറ്റ് ഷെയറിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഡിവിഡൻഡ് എന്നൊക്കെ പറയും. അവർക്ക് കമ്പനിയിൽ എന്തുണ്ടാവും, ദേ വിൽ ബി ഹാവിങ് വോട്ടിംഗ് റൈറ്റ്, അല്ലേ? അവർക്ക് കമ്പനിയിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവും. ഇതാണ് ഷെയർ ഇഷ്യൂ. ഇനി ഷെയർ ബൈബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഷെയർ ബൈബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേ ഷെയറിനെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചു വാങ്ങണം. എടാ ഇതേ ഷെയർ നമ്മൾ എന്ത് ചെയ്യാണ്, തിരിച്ചു വാങ്ങണം. തിരിച്ചു വാങ്ങുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക, പറഞ്ഞു നോക്കിയേ. നമ്മൾ എന്ത് ചെയ്യും, കമ്പനി എന്ത് ചെയ്യും, ഷെയർ ഹോൾഡർക്ക് പൈസ കൊടുക്കും, അല്ലേ? അതുപോലെ തന്നെ ഷെയർ ഹോൾഡർ ആ ഷെയർ എന്ത് ചെയ്യും, തിരിച്ചിങ്ങോട്ട് തരും. അപ്പോൾ ഇഫ് ബൈബാക്ക് ഹാപ്പൻ, ഷെയർ ഹോൾഡർ ഈസ് നോ ലോങ്ങർ ആൻ ഓണർ, അല്ലേ? ബൈബാക്ക് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഷെയർ ഹോൾഡർ കമ്പനിയുടെ ഓണർ ആണോ, അല്ല. ഷെയർ ഹോൾഡർ കമ്പനിയുടെ എന്തല്ല, ഓണർ അല്ല. ബൈബാക്ക് നടന്നു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡർ കമ്പനിയുടെ ആരല്ല, ഓണർ അല്ല. ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ബൈബാക്കിലോട്ട് പോകുന്ന സമയത്ത് ബൈബാക്കിൻ്റെ ജേർണൽ എൻട്രി ഒക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ 1000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, നമുക്ക് ഫേസ് വാല്യൂ എന്താണ്, 10 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ബൈബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബൈബാക്ക് ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ നമ്മളൊരു 2 റുപ്പി പ്രീമിയത്തിലാണ് എന്ന് പറഞ്ഞാൽ 1000 ഇക്വിറ്റി ഷെയർസ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് ഫേസ് വാല്യൂ 10 വി ആർ ബൈയിങ് ബാക്ക് അറ്റ് ₹12. 12 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ബൈബാക്ക് ചെയ്യാണ്. 12 രൂപയ്ക്ക് ബൈബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ജേർണൽ എൻട്രി എന്തായിരിക്കും പറയുക, നമ്മൾ അതിൻ്റെ റൂളിലോട്ട് മറ്റൊന്നും പോകുന്നില്ല. ക്യാൻ യു പ്ലീസ് ടെൽ മീ വാട്ട് ഈസ് ദ ഡയറക്റ്റ് ജേർണൽ എൻട്രി? നമ്മൾ എന്താ ഡയറക്റ്റ് ജേർണൽ എൻട്രി എങ്ങനെ പാസ് ചെയ്യുക? ആദ്യം നമ്മൾ ആ ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യും, കുറയും. ഷെയർ ക്യാപിറ്റൽ എത്ര കുറയുക, 1000 × 10, അല്ലേ? ഷെയർ ക്യാപിറ്റൽ ഓൾവേസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും ഏത് വാല്യൂലാണ്, ഫേസ് വാല്യൂലാണ്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ കുറയുന്നതും ഏത് വാല്യൂലായിരിക്കും, ഫേസ് വാല്യൂലായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, ക്യാപിറ്റൽ കുറയുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇനി 10 റുപ്പീൻ്റെ ഷെയറിന് വി ആർ റീപേയിങ് ദം അറ്റ് 12, അല്ലേ? 12 ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എത്ര അധികം കൊടുക്കുന്നത് നമ്മൾ, നമ്മൾ 2. ഈ 2ന് നമ്മൾ പറയുന്ന പേരാണ് എന്താ അറിയോ, 2ന് നമ്മൾ പറയുന്ന പേരാണ് പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക്. ഈ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് എന്ന് പറഞ്ഞാൽ 10 റുപ്പി ഫേസ് വാല്യൂയുടെ ഷെയറിന് നമ്മൾ 12 ആയിട്ട് കൊടുക്കുമ്പോൾ 2 അധികം കൊടുക്കല്ലേ, അത് കമ്പനിക്ക് ഗെയിൻ ആണോ ലോസ് ആണോ, ലോസ് ആണ്. ലോസ് ഇൻ ദ നേച്ചർ ഓഫ് ക്യാപിറ്റൽ, അല്ലേ? ലോസ് ആണ്. അപ്പോൾ ഒരു പുതിയ ലോസ് വന്നാൽ ഇറ്റ്സ് ലൈക്ക് ആൻ എക്സ്പെൻസ്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ നമ്മൾ പറയും പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക്, പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക്. അപ്പോൾ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് എത്ര, 1000 × 2. 10 റുപ്പീൻ്റെ ഷെയർ 12 റുപ്പിക്ക് അല്ലേ ബൈബാക്ക് ചെയ്യുന്നത്, അതെ. അപ്പോൾ 1000 × 2 എത്രയാണ്, 2000. ഇനി ടോട്ടൽ ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് കൊടുക്കാനുള്ള പൈസ ഡ്യൂ ആക്കി വെക്കുക. ആ ഡ്യൂ ആക്കി വെക്കുന്ന അക്കൗണ്ടിനെ പറയുന്ന പേരാണ് എന്താ അറിയോ, ഇക്വിറ്റി ഷെയർ ബൈബാക്ക്. ഇറ്റ്സ് എ ലാബിലിറ്റി. ലാബിലിറ്റി കൂടുതൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ, ലാബിലിറ്റി കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം, അല്ലേ? ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക്. അപ്പോൾ ജേർണൽ എൻട്രി വിൽ ബി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കുറഞ്ഞു, ഡെബിറ്റ്. പ്രീമിയം പേയബിൾ ബൈബാക്ക് നമുക്ക് ലോസ് ആണ്, ലോസ് കൂടിയപ്പോൾ ഡെബിറ്റ് ചെയ്തു. ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാണ്ട്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തോ ഡെബിറ്റ് ചെയ്തോ, ക്രെഡിറ്റ് ചെയ്തു. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, വി ആർ സെറ്റിലിംഗ് ദം. എടാ അവരെ നമ്മൾ സെറ്റിൽ ചെയ്യാണ്. അവരെ നമ്മൾ സെറ്റിൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും ജേർണൽ എൻട്രി, പറഞ്ഞു നോക്കിയേ. അവരെ നമ്മൾ സെറ്റിൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും ജേർണൽ എൻട്രി, പറഞ്ഞേ. അവരെ നമ്മൾ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ജേർണൽ എൻട്രി വരിക, പറഞ്ഞേ. സെറ്റിൽ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി വിൽ ബി ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക്, അല്ലേ? ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക്. ഇക്വിറ്റി ഷെയർ ബൈബാക്ക് എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി ഇല്ലാണ്ടായി, ബാങ്ക് എന്നാണ് അസറ്റ് ഇല്ലാണ്ടായി. ദിസ് ഈസ് ജസ്റ്റ് ദ ജേർണൽ എൻട്രി. ഇത്രയേ ഉള്ളൂ ബൈബാക്കിൽ സംഭവിക്കുന്നത്. പക്ഷേ ബൈബാക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് കംപ്ലയൻസസ് ഉണ്ട് ടു ബി ഫോളോഡ് ആസ് പെർ കമ്പനീസ് ആക്ട്. അതും കൂടെ വരുമ്പോൾ ബൈബാക്ക് എങ്ങനെ ചെയ്യുന്നില്ലതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജേർണൽ എൻട്രി അല്ലെങ്കിൽ അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് ഇത് ബൈബാക്കിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ ബൈബാക്ക് എന്തുകൊണ്ട്, അല്ലേ? ഈ ചാപ്റ്ററിൽ നമുക്ക് എന്താണ് ആക്ച്വലി പഠിക്കാൻ, എന്താണ് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിക് ലെവലാണോ അത് അക്കൗണ്ടിങ് ലെവലാണോ? അക്കൗണ്ടിങ് ലെവലാണ്.
See, if the company decides to buy back, what is the accounting entry to be provided? പക്ഷേ I just discussed this concept in a different way അല്ലേ. നിങ്ങളൊരു CFO ആംഗിളിൽ നമ്മുടെ കമ്പനി ബൈബാക്കിന് പോകണോ പോണ്ടേ എന്നുള്ളത് എന്തിന് അടിസ്ഥാനത്തിലാണ് ഡിസൈഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ കമ്പനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. റീഇൻവെസ്റ്റ് ചെയ്യാം, റീഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കാം. വാട്ട് ഈസ് റീഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ? റീഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രോഫിറ്റ് തന്നെ ഇവിടെ റീറ്റെയിൻ ചെയ്ത് അത് നമ്മുടെ ബിസിനസ്സിൽ യൂസ് ചെയ്തിട്ട് കമ്പനീൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ആ പൈസ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം നോക്കണം. അപ്പോൾ ഈ റീഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ആർക്കുണ്ടാവുക? ഓൾറെഡി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിനാണ് ഉണ്ടാവുക, അതോ ഓൾറെഡി ഗ്രോയിങ് ആയിട്ടുള്ള കമ്പനീസിനാണ് ഉണ്ടാവുക? ഓൾറെഡി ഗ്രോയിങ് ആയിട്ടുള്ള കമ്പനീസിനാണ് റീഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടാവുക. അപ്പോൾ റീഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നമുക്കുണ്ട്. ഇനി നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേൺ അവരുടെ എക്സ്പെക്റ്റഡ് റിട്ടേണിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഹാപ്പിയാണോ സാഡാണോ? ഹാപ്പിയാണ്. ഹാപ്പിയാണ്. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഹാപ്പി ആണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? റീഇൻവെസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ കൊടുക്കുന്ന റിട്ടേൺ ROI, റിട്ടേൺ ഓഫ് ഇൻകം അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ROI എന്നാണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അവരുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഈ അവരുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എങ്ങനെ നമുക്ക് കിട്ടുക? എങ്ങനെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുക? അത് എന്തിന്റെ ബേസിലായിരിക്കും? സറൗണ്ടിങ് അല്ല, സെയിം ഇൻഡസ്ട്രിയിലെ മറ്റ് ഫേംസ്. ഇപ്പോൾ അംബുജ സിമെന്റ് ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ, ഒരു ഫേം ആണെങ്കിൽ ACC സിമെന്റിത്തെ ഷെയർ ഹോൾഡർക്ക് എന്ത് റിട്ടേൺ കിട്ടുന്നു എന്നുള്ളത് എന്താണ്? അവർ മറ്റേ അംബുജ സിമെന്റിത്തെ ഷെയർ ഹോൾഡേഴ്സിന്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്. സെയിം ഇൻഡസ്ട്രിയിലെ മറ്റ് പ്ലേയേഴ്സിൻ്റെ റിട്ടേൺ. അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എക്സ്പെക്റ്റഡ് റിട്ടേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേണിനേക്കാളും നമ്മുടെ ആക്ച്വൽ റിട്ടേൺ എന്താണ്? കുറവാണെങ്കിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് എന്താണ്? ഹാപ്പിയാണോ സാഡാണോ? സാഡാണ്. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും അവരെ പൈസ പിടിച്ചു വെക്കരുത്. അപ്പോൾ ആ പൈസ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് തിരിച്ച് കൊടുക്കണം. അവർക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെ? ഒന്ന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാം. ഡിവിഡൻഡ് ഇമ്മീഡിയറ്റ് എഫക്റ്റ് അല്ലേ. അതുപോലെ തന്നെ അടുത്ത എന്താ നമുക്ക് എന്ത് ചെയ്യാം? ബൈബാക്ക് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒരാളെ കയ്യിൽ 1000 ഷെയർ ഉണ്ട്. അപ്പോൾ അയാൾ 100 ഷെയർ വാങ്ങിയിട്ട് അതിൻ്റെ പൈസ അയാൾക്ക് എന്ത് ചെയ്യാം? തിരിച്ചങ്ങ് കൊടുക്കാം. ഇതാണ് ബൈബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ശരിക്കും ക്യാഷ് ഫ്ലോ ഇല്ലാതെ തന്നെ നമ്മൾ വേറെ ഒരു രീതിയിലും പ്രോഫിറ്റ് നമ്മളെ ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കാറുണ്ട്. ബട്ട് ദാറ്റ് ഡസ് നോട്ട് ഇൻവോൾവ്സ് എ ക്യാഷ് ഔട്ട് ഫ്ലോ. അതേതാ? ബോണസ്. വെരി ഗുഡ്. ബോണസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. പക്ഷേ ബോണസ് ഒരു കണ്ണ് പൊടിയുന്ന പരിപാടിയാണ്. കാരണം അവർക്ക് എന്ത് കിട്ടൂല? ഒന്നും കിട്ടൂല. ശരിയല്ലേ? അവർക്കൊന്നും കിട്ടുന്നില്ല, നമ്പർ ഓഫ് ഷെയർസ് മാത്രം കൂടുള്ളൂ. അപ്പോൾ ശരിക്കും ഒരു ബൈബാക്ക് നടക്കുമ്പോൾ അവിടുത്തെ ഇമ്പാക്ട്സ് എന്തൊക്കെയെന്ന് പറഞ്ഞേ? ഇമ്പാക്ട് ഓഫ് ബൈബാക്ക്. വാട്ട് ആർ ദ ഇമ്പാക്ട് ഓഫ് ബൈബാക്ക്? ബൈബാക്കിന്റെ ഇമ്പാക്ട്സ് എന്തൊക്കെയെന്ന് പറഞ്ഞേ? ക്യാഷ് എന്ത് ചെയ്യും? കുറയും. നമ്പർ ഓഫ് ഷെയർസോ? കുറയും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലോ? കുറയും. നമ്പർ ഓഫ് ഓണേഴ്സ് എന്ത് ചെയ്യും? കുറയും. കേട്ടോ, നമ്പർ ഓഫ് ഓണേഴ്സ് എന്ത് ചെയ്യും? കുറയും. ഇനി നമ്മൾ ബൈബാക്കിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ദ സെയിം കൺസെപ്റ്റ്. നമ്മളൊരു തിയേറ്റർ എക്സാമ്പിളൊക്കെ വെച്ച് പറഞ്ഞിരുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ ബൈബാക്ക് ആവുന്ന സമയത്ത് കമ്പനിയിൽ നിന്ന് ആരാണ് ആദ്യം പുറത്തു പോകുന്നത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലേ. പക്ഷേ കമ്പനിയിൽ അവിടെ ആരുണ്ടാവും? ഡിബെഞ്ചേഴ്സും ക്രെഡിറ്റേഴ്സും ഉണ്ടാവും. ഇവരാണ് ആദ്യം പുറത്തു പോകേണ്ടത്. ദേ ഹാവ് ദ പ്രയോറിറ്റി നമ്പർ 1. അത് കഴിഞ്ഞിട്ടും ആർക്ക് പ്രിഫറൻസ് ഉണ്ട്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. എന്നിട്ട് ലാസ്റ്റ് ആര് പോകാൻ പാടുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ബൈബാക്ക് സംഭവിക്കുമ്പോൾ ആദ്യം ആരാ പോകുന്നത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. സോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പോകുമ്പോൾ അതൊരിക്കലും ക്രെഡിറ്റേഴ്സ്, ഡിബെഞ്ചർ ഹോൾഡേഴ്സ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ ഇൻട്രസ്റ്റിന് എന്ത് ചെയ്യരുത്? എഫക്റ്റ് ചെയ്യരുത്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിൽ നിന്ന് പുറത്തു പോകണം. ബൈബാക്ക് സംഭവിക്കുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓണേഴ്സ് അല്ലാണ്ടായി മാറാണ്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എന്തിനെ ബാധിക്കരുത്? അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പിന്നെ എന്താ പറയുക, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പുറത്തു പോകുമ്പോൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു സേഫ്റ്റിനൊന്നും അതെന്ത് ചെയ്യരുത്? ബാധിക്കരുത്. അവരുടെ കമ്പനിയിലുള്ള കോൺഫിഡൻസിനെ ബാധിക്കരുത്. അവർക്ക് വേണ്ട സഫീഷ്യൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രമേ ആര് പുറത്തു പോകാൻ പാടുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പുറത്തു പോകാൻ പാടുള്ളൂ. അതിനായിട്ട് കമ്പനീസ് ആക്ടിൽ പറഞ്ഞ ഒന്നാമത്തെ റൂളാണ് എന്ത്? എത്രയാണോ നമ്മൾ ബൈബാക്ക് ചെയ്യുന്ന ഇക്വിറ്റി ഷെയർസിൻ്റെ ഫേസ് വാല്യൂ, അത്രയും എമൗണ്ട് ഫേസ് വാല്യൂ ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആയിട്ട് കമ്പനിയിലോട്ട് എന്ത് ചെയ്യണം? വരണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്, സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ലെഫ്റ്റ് സൈഡ് കൊടുത്ത എക്സാമ്പിൾ ഒന്ന് വായിച്ച് നോക്കുക. കമ്പനി പ്രപ്പോസ് ടു ബൈബാക്ക് 2000 ഷെയർസ് അറ്റ് 15 per ഷെയർ. 2000 ഷെയർ നമ്മൾ എന്ത് ചെയ്യാണ്? ബൈബാക്ക് ചെയ്യാണ് 15 റുപ്പീസിന്. അപ്പോൾ ഒന്ന് പറഞ്ഞേ, 2000 ഷെയർസ് നമ്മൾ ബൈബാക്ക് ചെയ്യാണ് 15 റുപ്പീസിന്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെർ ഷെയർ ഫോർ ദിസ് പർപ്പസ് പ്രിഫറൻസ് ഷെയർസ് ഓഫ് ഫേസ് വാല്യൂ 5 ഇഷ്യൂഡ് അറ്റ് പാർ. ഇതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? പ്രിഫറൻസ് ഷെയർസ് 5ന്റെ പ്രിഫറൻസ് ഷെയർസ് ഫേസ് വാല്യൂ എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കും ഇഷ്യൂ ചെയ്യേണ്ടി വരിക? എങ്ങനെ കാണുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 2000 × 15 ആണ് എടുക്കേണ്ടത്, 2000 × 10 ആണ് എടുക്കേണ്ടത്, 2000 × 10. കാരണം ബൈബാക്ക് ചെയ്യുന്ന ഇക്വിറ്റി ഷെയർസിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2000 × 10 എത്ര? 20,000 ഡിവൈഡഡ് ബൈ നമ്മൾ ഒരു പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഫേസ് വാല്യൂ കിട്ടുക? 5 അല്ലേ. അപ്പോൾ ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ എത്ര കാര്യം വരും? ഇറ്റ് വിൽ ബി കമ്മിങ് ടു 4000. അപ്പോൾ 4000 പ്രിഫറൻസ് ഷെയർസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പ്രിഫറൻസ് ഷെയർ നമ്മൾ 6 രൂപക്കാണ് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചതെങ്കിൽ വിൽ ദർ ബി എനി ഡിഫറൻസ് ഇൻ ദ കാൽക്കുലേഷൻ? പ്രിഫറൻസ് ഷെയർ 5 രൂപൻ്റെത്
6 രൂപക്ക് 6 റുപ്പീസിനാണ് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ഈസ് മെയ്ഡ് അറ്റ് പാറാണോ പ്രീമിയം ആണോ? പ്രീമിയം. അങ്ങനെയാണെങ്കിൽ 20,000 ഡിവൈഡ് ബൈ 6 ആണോ എടുക്കുക? 20,000 ഡിവൈഡ് ബൈ 5 തന്നെയാണോ? 20,000 ഡിവൈഡ് ബൈ 5 തന്നെ. കാരണം നമ്മുടെ കണ്ടീഷൻ എന്താ? ഫേസ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ബോട്ട് ബാക്ക് എന്തായിട്ട് തന്നെ വരണം? ഫേസ് വാല്യൂ ആയിട്ട് തന്നെ വരണം. ബൈബാക്ക് ചെയ്യുന്ന ഇക്വിറ്റി ഷെയറിന്റെ ഫേസ് വാല്യൂ ആയിട്ട് തന്നെ വരണം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന എമൗണ്ട് പറഞ്ഞാൽ ഫേസ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ബോട്ട് ബാക്ക് ഡിവൈഡ് ബൈ ഫേസ് വാല്യൂ ഓഫ് ഫ്രഷ് ഇഷ്യൂ. അപ്പോൾ ജേണൽ എൻട്രി പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം പ്രിഫറൻസ് ഷെയർ അങ്ങ് ഫേസ് വാല്യൂ ചെയ്യുക. എത്ര ഫ്രഷ് ഇഷ്യൂ ചെയ്യുക? 4,000 × 5 എത്ര വരിക? 20,000. ശരിയല്ലേ? അപ്പോൾ എൻട്രി എന്താ വരിക? ബാങ്ക് എന്ന് പറഞ്ഞ അസറ്റ് കൂടി, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കൂടി. അപ്പോൾ എൻട്രി വരിക ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ അല്ലേ? ബാങ്ക് ആണ് അസറ്റ് കൂടി, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കൂടി. ഇനി പ്രിഫറൻസ് ഇക്വിറ്റി ഷെയർ നമ്മൾ ബൈബാക്ക് ചെയ്യാൻ വേണ്ടി ഡ്യൂ ആക്കുക. ഇക്വിറ്റി ഷെയറിനെ ബൈബാക്ക് ചെയ്യാൻ വേണ്ടി ഡ്യൂ ആക്കുന്ന സമയത്ത് എന്താ ജേണൽ എൻട്രി വരിക? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 2,000 × ഷെയർ ക്യാപിറ്റൽ എപ്പോഴും കുറേ ഏത് വാല്യൂലാണ്? ഫേസ് വാല്യൂ. 2,000 × 10 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 2,000 × 10. പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക് ഉണ്ട് അല്ലേ? എടാ ഹൗ മച്ച് ഈസ് പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക്? പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക് എന്ന് പറഞ്ഞാൽ 2,000 × എത്രയാണ് പ്രീമിയം നമ്മൾ കൊടുക്കുന്നത്? 5. 2,005 പറഞ്ഞാൽ എത്ര? 10,000. ഇനി ഇത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുണ്ട്. ഇറ്റ്സ് എ ലാബിലിറ്റി. അപ്പോൾ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് എത്ര? ഇക്വിറ്റി ഷെയർ ബൈബാക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 30,000. ഇക്വിറ്റി ഷെയർ ബൈബാക്ക് 30,000. ഇനി അവന്മാർക്ക് പൈസ കൊടുത്തു. എത്ര പൈസ കൊടുക്കുക? ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക്. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, എടാ നമ്മൾ ബൈബാക്ക് ചെയ്ത ഇക്വിറ്റി ഷെയറിന്റെ ഫേസ് വാല്യൂ എത്രയാണ്? 20,000 അല്ലേ? ഫ്രഷ് ഇഷ്യൂലൂടെ വന്ന പ്രിഫറൻസ് ഷെയറിന്റെ ഫേസ് വാല്യൂ എത്രയാണ്? 20,000. എടാ ഈസ് ഇറ്റ് ഫേസ് വാല്യൂ മാച്ചിങ്? ഫേസ് വാല്യൂ മാച്ചിങ്. ദിസ് ഈസ് ദ ഓൺലി വേർഡ് ദാറ്റ് യു ഹാവ് ടു ബൈ ഹാർട്ട്. ഫേസ് വാല്യൂ മാച്ചിങ്. ഇതേ റൂൾ തന്നെയാണ് പ്രിഫറൻസ് ഷെയർ റിഡംഷന് സംഭവിക്കുക. ഏത്? ഫേസ് വാല്യൂ മാച്ചിങ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമുക്ക് സെക്യൂരിറ്റി പ്രീമിയത്തിന് സെക്ഷൻ 52 ഓഫ് കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട് എന്തൊക്കെ പർപ്പസിന് യൂസ് ചെയ്യാമെന്ന്. അതിൽ പ്രധാനപ്പെട്ട ഒരു പർപ്പസാണ് എന്ത്? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബൈബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ ഈ പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക് ഒരു ക്യാപിറ്റൽ നേച്ചർ ലോസ് ആണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ നേച്ചർ ലോസിനെ നമുക്ക് ആരുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും? സെക്യൂരിറ്റി പ്രീമിയമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എങ്ങനെ വരിക? പറഞ്ഞേ, ജേണൽ എൻട്രി എങ്ങനെ വരിക? അത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. സെക്യൂരിറ്റി പ്രീമിയം കുറയും. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള സെക്യൂരിറ്റി പ്രീമിയം കുറയുമ്പോൾ സെക്യൂരിറ്റി പ്രീമിയം എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് അറ്റർ ടു പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. യു നീഡ് നോട്ട് ടെൽ ദ ആൻസർ നൗ, യു ക്യാൻ ടെൽ ദാറ്റ് ലേറ്റർ. ഇത്രേ ഉള്ളൂ. ശരിക്കും നമ്മുടെ ക്യാഷ് ഔട്ട്ഫ്ലോ എത്ര കമ്പനിയിൽ നിന്ന് പോകുന്നത്? ഈസ് ഇറ്റ് 15 or 10? ഒരു ഷെയർ ബൈബാക്ക് ചെയ്യുമ്പോൾ കമ്പനിയിൽ നിന്ന് പുറത്ത് പോകുന്ന ക്യാഷ് ഔട്ട്ഫ്ലോ എത്ര? 15. പക്ഷേ നമ്മൾ എത്ര രൂപയ്ക്ക് ഫ്രഷ് ഇഷ്യൂ ചെയ്യണമെന്ന് കമ്പനീസ് ആക്ട് പറയുന്നുള്ളൂ? 15 ആണോ 10 ആണോ? 10 ഫേസ് വാല്യൂവിന്. അപ്പോൾ ആ 5ന്റെ പ്രൊട്ടക്ഷൻ അവിടെ ഇല്ലാണ്ടാവുമല്ലേ? If an amount equal to 15 is going out of the company, then the Companies Act should specify there must be 15 coming in. 15 പുറത്ത് പോവുകയാണെങ്കിൽ 15 ഇവിടെ വരണമെന്നല്ലേ കമ്പനീസ് ആക്ട് പറയണ്ടേ? അല്ലേ? പോകുന്ന എമൗണ്ട് പറഞ്ഞാൽ എന്താ? ഫേസ് വാല്യൂ ആണോ ബൈബാക്ക് പ്രൈസ് ആണോ? പോകുന്ന എമൗണ്ട്. പുറത്ത് പോകുന്ന പൈസ പറഞ്ഞാൽ ബൈബാക്ക് പ്രൈസ് ആണോ ഫേസ് വാല്യൂ ആണോ? ബൈബാക്ക് പ്രൈസ്. ഇറ്റ്സ് ബൈബാക്ക് പ്രൈസ്. പക്ഷേ ഇവിടെ വേണം തിരിച്ചിങ്ങോട്ട് വരണമെന്ന് കമ്പനീസ് ആക്ട് മാൻഡേറ്റ് ചെയ്തത് ഏത് എമൗണ്ടാ? ബൈബാക്ക് പ്രൈസാ ഫേസ് വാല്യൂ? ഫേസ് വാല്യൂ ആണ്. ഇനി ഒന്നും കൂടെ ഞാൻ സ്പെസിഫിക്കലായിട്ട് പറഞ്ഞാൽ കമ്പനിയിൽ നിന്ന് ശരിക്കും പുറത്തു പോയ പൈസ 30,000 ആണ്. പക്ഷേ കമ്പനിയിലോട്ട് വന്ന പൈസ 20,000 അല്ലേ? അപ്പോൾ ഇവിടെ ഒരു മിസ്മാച്ച് ഇല്ലേ? then what about that 10? Did you understand the question? കമ്പനിയിൽ നിന്ന് പുറത്തു പോകുന്നത് എത്രയാണ്? 30 ആണ്. ടു ബാങ്ക് ആണ് 30. പക്ഷെ കമ്പനിയിലോട്ട് വന്ന എത്രയാണ്? 20. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അപ്പോൾ സർ ദിസ് വയലേഷൻ ഓഫ് റൂൾ അല്ല. റൂൾ ഈസ് കംപ്ലൈഡ്. റൂൾ കംപ്ലൈഡാ. കാരണം ഫേസ് വാല്യൂ മാച്ചിങ് ആണ്. ഫേസ് വാല്യൂ വന്നാൽ മതി. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഫേസ് വാല്യൂ വന്നാൽ മതി? പ്രീമിയം പേബിൾ ഒന്നും പുറത്ത് പോകണ്ട. പ്രീമിയം ഉണ്ടല്ലോ, പ്രീമിയം അടക്കം. ഒരു ഷെയർ ബൈബാക്ക് ചെയ്യുമ്പോൾ 15 അല്ലേ പുറത്ത് പോകുന്നത്? ഫേസ് വാല്യൂ 10 അല്ലേ? അപ്പോൾ എത്ര ഇങ്ങോട്ട് അകത്തോട്ട് വരണം നമ്മളോട് പറഞ്ഞത്? 10 വന്നാൽ മതി. ഫേസ് വാല്യൂ മാച്ചിങ്. 15 വരണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടായിരിക്കും? സെക്യൂരിറ്റി പ്രീമിയം സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞിട്ട് സാധനം നമ്മളെടുത്തില്ലേ? അതിന് ഈക്വൽ ആയിട്ടൊരു അസറ്റ് അവിടെ അല്ലേ? അസറ്റ് ലോക്കിംഗ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈക്വൽ അസറ്റും ഉണ്ട്. ഈ സെക്യൂരിറ്റി പ്രീമിയത്തിന് നമ്മൾ എടുത്തിട്ട് ആരുമായി സെറ്റ് ഓഫ് ചെയ്തു? പ്രീമിയം ബൈബാക്ക് സെറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ ഈ സെക്യൂരിറ്റി പ്രീമിയത്തിൻ്റെ ഐഡന്റിറ്റി അവിടെ ലൂസായി പോയില്ലേ? അപ്പോൾ അതിമേ സെക്യൂരിറ്റി പ്രീമിയം ആയിട്ട് വന്ന് നിന്ന അസറ്റ് ഉണ്ടാവില്ലേ? അവൻ അവിടെ ആരായി? അനാഥനായി. അപ്പോൾ ആ അസറ്റ് നമുക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. സെക്യൂരിറ്റി പ്രീമിയം യൂസ് ചെയ്യുമ്പോൾ സെക്യൂരിറ്റി പ്രീമിയം കുറയും. സെക്യൂരിറ്റി പ്രീമിയം ആയിട്ട് വന്ന് നിൽക്കുന്ന അസറ്റ്സ് എടുത്ത അസറ്റും കുറയും. പക്ഷേ നമ്മളിവിടെ ലോസ് ജസ്റ്റ് സെക്യൂരിറ്റി പ്രീമിയം ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യുമ്പോഴേ ആ അസറ്റ് അവിടെ കുറവില്ലല്ലോ. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയമായിട്ട് സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി പ്രീമിയമായി വന്ന് നിന്ന അവിടുത്തെ അസറ്റ് ഉണ്ടല്ലോ, എവിടുത്തെ അസറ്റ്സ് എടുത്ത അസറ്റ് അതവിടെ പെർമനൻ്റ് ആയിട്ട് അവിടെ അവൈലബിൾ ആവും. അപ്പോൾ 10ന്റെ ഷെയർ 15 ആണ് നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ 10 അകത്തോട്ട് വന്നാൽ മതി എന്ന് പറയുമ്പോൾ
5 നമ്മൾ ആരുമായി സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ പ്രീമിയമായിട്ട് സെക്യൂരിറ്റി പ്രൈസ് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ആ 5 അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഓട്ടോമാറ്റിക്കലി ലോക്ക്ഡ് ആവുന്നുണ്ട്. 5ന്റെ പ്രൊട്ടക്ഷനും കൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. ഇഫ് യു നോ യു നോ, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം കേട്ടോ. നമുക്ക് മറ്റേ ബ്രേക്കിൽ വെള്ളം കുടിച്ചാലേക്കാം. എടാ 15 കമ്പനിയിൽ നിന്ന് പുറത്തു പോയത്, 10 അകത്ത് വന്നു. വാട്ട് അബൌട്ട് ദ റിമൈനിങ് 5? അത് പ്രീമിയമായി സെറ്റ് ഓഫ് ചെയ്തു. പ്രീമിയമായി സെറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാലേ ഈ പ്രീമിയമായി വന്ന് കിടക്കേണ്ട അസറ്റ് ഉണ്ടാവില്ലേ, ആ അസറ്റ് അവിടെ ഉണ്ട്. പ്രീമിയമായി സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ പ്രീമിയം മാത്രമല്ലേ പോകുന്നുള്ളൂ. പ്രീമിയമായി വന്ന് കിടക്കുന്ന അസറ്റ് പിന്നെ അവിടെ ഉപേക്ഷിക്കപ്പെടല്ലേ, അതിന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്കിവിടെ അസറ്റ് അവൈലബിൾ ആക്കണം എന്നല്ല ഇവിടെ റൂൾ പറഞ്ഞത്. അപ്പോൾ അവിടെ അസറ്റിൻ്റെ എണ്ണം കൂടുതലല്ലേ, ആ പ്രീമിയമായിട്ട് വന്ന അസറ്റ് ഇനി പുറത്ത് പോകില്ലല്ലോ. അതെ, അതവിടെ ബാക്കപ്പ് ആയിട്ട് അവിടെ പെർമനൻ്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അത് ആർക്ക് പ്രൊട്ടക്ഷനാണ്? ഡിബഞ്ചർ ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സിന്. കാരണം കമ്പനി മൂട്ടുന്ന സമയത്ത് ആദ്യം അസറ്റ് സാധന ജംഗമ വസ്തുക്കളൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ആരെടുത്തോണ്ട് പോവുക? ഡിബഞ്ചർ ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സാണ്. അത്രേ ഉള്ളൂ. ആ ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നത് വഴി പ്രീമിയം ആയിട്ട് വന്ന അസറ്റ് അവിടെ എന്ത് ചെയ്യും? പെർമനൻ്റ് ആയിട്ട് എന്താവും? അവിടെ ലോക്ക് ആവും കേട്ടോ. ദിസ് ഈസ് ജസ്റ്റ് എ കൺസെപ്റ്റ്, നോട്ട് ബൈ ഹാർട്ട്. ഞാൻ ആ ഒരു ഇൻറ്റൻഷൻ ഞാൻ പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. ഇനി എക്സാമ്പിൾ നമ്പർ 2 ഒന്ന് ടപ്പോട്ടിപ്പോട്ട് അമർ പെട്ടെന്ന് നോക്കിയേ. എക്സാമ്പിൾ നമ്പർ 2, കമ്പനി 10,000 12% ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. 10 രൂപേൻ്റെത് 15 രൂപക്ക്. വൈ ദ കമ്പനി ഈസ് ഡൂയിങ് ലൈക്ക് ദാറ്റ്? ഒന്നുമില്ല, കമ്പനി മേ ഹാവ് സം ഫൈനാൻഷ്യൽ ഇഷ്യൂസ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണം, ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്യുമ്പോൾ എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ 10,000 12% ഡിബഞ്ചേഴ്സ് 10ൻ്റെത് 15 നമ്മൾ ഇഷ്യൂ ചെയ്താൽ ടെൽ മി ദ ജേണൽ എൻട്രി. എന്തായിരിക്കും ജേണൽ എൻട്രി വരിക? ബാങ്ക് അസറ്റ് കൂടി. എത്ര ബാങ്കിൽ പൈസ വരെ എത്രയാണ്? ഫേസ് വാല്യൂ ആണോ ഇഷ്യൂ പ്രൈസ് ആണോ? ഇഷ്യൂ പ്രൈസ് അല്ലേ. എത്ര എമൗണ്ട് വരിക? 10,000 × 15 എത്ര? 1,50,000. ഇനി ഡിബഞ്ചേഴ്സിക്ക് പോകേണ്ട പൈസ എപ്പോഴും എന്താണ്? ഫേസ് വാല്യൂ. 12% ഡിബഞ്ചേഴ്സ് പറഞ്ഞാൽ 10,000 × 10 പറഞ്ഞാൽ എത്ര? 1,00,000. കറക്റ്റ് അല്ലേ? ടു സെക്യൂരിറ്റീസ് പ്രീമിയം, ഹൗ മച്ച് ഈ സെക്യൂരിറ്റി പ്രീമിയത്തേക്ക് പോകേണ്ട പൈസ? 10,000 × 5 പറഞ്ഞാൽ എത്ര? 50,000. റെഡി അല്ലേ? അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ഈസ് കംപ്ലീറ്റ്ലി ഓവർ. കമ്പനി ആൾസോ ഇഷ്യൂഡ് ഫേസ് വാല്യൂ 20, 750 10% പ്രിഫറൻസ് ഷെയർസ് അറ്റ് 25. 750 പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തു. 20 റുപ്പിയാണ് ഫേസ് വാല്യൂ. ഇഷ്യൂ ചെയ്ത പ്രൈസ് പറഞ്ഞാൽ 25. ഇഷ്യൂ ആയിട്ട് പ്രീമിയം. സോ വാട്ട് ഈസ് ദ എമൗണ്ട് കമ്മിങ് ടു ബാങ്ക്? ബാങ്കിലോട്ട് വരുന്ന പൈസ എത്രയാണ് വരിക? 750 × 25. ബാങ്ക് അസറ്റ് കൂടി 750 × 25. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്ര പോവുക? 750 × 20. റെഡി അല്ലേ? സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് എത്ര പോവുക? 750 × 5. ഓക്കെ അല്ലേ? ദെൻ ലേറ്റർ കമ്പനി ബോട്ട് ബാക്ക് 20% ഇക്വിറ്റി ഷെയർസ്. 20% ഇക്വിറ്റി ഷെയർസ് പറഞ്ഞാൽ 1,00,000 ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. 10 റുപ്പീൻ്റെ ഷെയർ ആണ്. സോ 10,000 ഷെയർസ്. 10,000 ഷെയർസ് ഉണ്ട്. ഓക്കെ, 10,000 ഷെയർസിന് 20% എത്ര വരിക? 2,000. 2,000 ഷെയർസ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്ന എത്ര രൂപക്ക? 10-നല്ല, എത്ര രൂപക്ക ബൈബാക്ക് ചെയ്യുന്നത്? 16. അപ്പം എങ്ങനെ വരിക? പറഞ്ഞു നോക്കിയേ. എടാ അപ്പം എങ്ങനെ വരിക? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് എത്രയാണ്? 2,000 × 10 എത്ര വരിക? 20,000. അതുപോലെ തന്നെ പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക് അല്ലേ. പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക് നമുക്ക് ലോസ് അല്ലേ. ലോസ് എത്ര വരിക? 2,000 × 6 എത്ര വരിക? 12,000 അല്ലേ. ദെൻ 2 ഇക്വിറ്റി ഷെയർ ബൈബാക്ക്. ഇക്വിറ്റി ഷെയർ ബൈബാക്ക് എത്ര വരിക? 2,000 × 16. 2016 എത്ര വരിക? 32,000. ഓക്കെ അല്ലേ. ദെൻ 30,000. ദെൻ അവർക്ക് പൈസ കൊടുക്കുമ്പോൾ എന്താ എൻട്രി? ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ടു ബാങ്ക്. ഇനി ഇവിടെ നമ്മൾ CRRക്ക് മാറ്റേണ്ട എമൗണ്ട് എത്ര? നമുക്കറിയാം, നമ്മൾ ബൈബാക്ക് ചെയ്യുന്ന ഇക്വിറ്റി ഷെയറിൻ്റെ ഫേസ് വാല്യൂ 20,000 ആണ്. ഫ്രഷ് ഇഷ്യൂലൂടെ വന്ന പ്രിഫറൻസ് ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്ര? 15,000 അല്ലേ. അതെ. അപ്പോൾ ഇവിടെ നമ്മുടെ റൂൾ എന്താ? ബൈബാക്ക് ചെയ്യുന്ന ഇക്വിറ്റി ഷെയറിൻ്റെ ഫേസ് വാല്യൂന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ഒന്നെങ്കിൽ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് വരണം, അല്ലെങ്കിൽ ഫ്രീ റിസർവ്സിനെ എങ്ങോട്ട് മാറ്റണം? CRRക്ക് മാറ്റണം. ഫ്രീ റിസർവ്സിനെ എങ്ങോട്ട് മാറ്റുക? CRRക്ക് മാറ്റുക. സോ ടെൽ മീ വാട്ട് ഈസ് ദ എമൗണ്ട് ടു ബി ട്രാൻസ്ഫർ ടു CRR ഹിയർ? ഇവിടെ CRRക്ക് മാറ്റേണ്ട എമൗണ്ട് എത്ര? ബൈബാക്ക് ചെയ്യുന്നത് 20,000, ഫ്രഷ് ഇഷ്യൂ ആയിട്ട് വന്നത് 15,000. അപ്പോൾ ഷോർട്ടേജ് എത്ര ഉണ്ട്? 5,000. ആ 5,000 നമ്മൾ എവിടെ നിന്ന് എടുത്ത് എങ്ങോട്ട് മാറ്റുക? ജനറൽ റിസർവ് എടുത്തിട്ട് ഇവിടെ ജനറൽ റിസർവ് ഉണ്ട് അല്ലേ. ഫ്രീ റിസർവ് ജനറൽ റിസർവ് ആണ്. ജനറൽ റിസർവ് എടുത്ത് നമ്മൾ എങ്ങോട്ട് മാറ്റുക? CRRക്ക് മാറ്റുക. അപ്പോൾ ജനറൽ റിസർവ് നമ്മൾ റിസർവ് കുറയും. അപ്പോൾ CRR കൂടുമ്പോൾ എന്താ എൻട്രി? പറ. ജനറൽ റിസർവ് അക്കൗണ്ട് ടു CRR. അപ്പോൾ ഇവിടെ പഠിച്ച കാര്യമാണ്. ഇത്രേ ഉള്ളൂ ബൈബാക്ക് ചെയ്യുമ്പോൾ എത്രയാണോ ബൈബാക്ക് ചെയ്യുന്ന ഇക്വിറ്റി ഷെയറിൻ്റെ ഫേസ് വാല്യൂ അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ഫ്രഷ് ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ ആയിട്ട് വരണം, അല്ലെങ്കിൽ ഫ്രീ റിസർവ്സ് എടുത്ത് എങ്ങോട്ട് മാറ്റണം? CRRക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ നടക്കണം. ഇവിടെ ഏത് മെത്തഡാ? ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആണോ? ഔട്ട് ഓഫ് ഫ്രീ റിസർവ്സ് ആണോ? കോമ്പിനേഷൻ ആണോ? കോമ്പിനേഷൻ. ഇതും ഒരു ചെക്കിംഗ് ആണ്. കാരണം എന്താ? ഫ്രീ റിസർവ്സ് ആയിട്ട് നിന്നാ ഫ്രീ റിസർവ്സിലുള്ള പൈസ CRRക്ക് മാറ്റുമ്പോൾ അതെങ്ങനെ പ്രൊട്ടക്ഷൻ ആവണം? ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സിന്. കമ്പനിയിൽ നിന്ന് നാളെ ഡിവിഡൻഡ് ആയിട്ട് പുറത്ത് പോകുന്ന ഒരു എമൗണ്ട് എന്താണ്? അവിടെ ലോക്ക് ചെയ്യപ്പെടുകയാണ്. CRR പിന്നെ ബോണസ് ഇഷ്യൂന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോഴും കമ്പനിയിൽ അവിടെ എന്തുണ്ടാവുന്നില്ല? ദർ ഈസ് നോ ഔട്ട്ഫ്ലോ അല്ലേ. പ്രിവെന്റിങ് ആൻഡ് ഔട്ട്ഫ്ലോ ഈസ് ആൾസോ ലൈക്ക് ഇൻഫ്ലോ.
പിന്നെ അത് മാത്രമല്ല ഫ്രീ റിസർവ്സിൽ ഒരു കമ്പനിക്കല്ലേ ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രീ റിസർവ്സ് ഒക്കെ ഉള്ള കമ്പനി ആണെന്ന് പറഞ്ഞാൽ കമ്പനി ഈസ് മേക്കിംഗ് പ്രോഫിറ്റ്. കമ്പനി ഈസ് മേക്കിംഗ് പ്രോഫിറ്റ് പറഞ്ഞാൽ കമ്പനി ഈസ് വർക്കിംഗ് ഗുഡ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിലൊരു പ്രൊട്ടക്ഷൻ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനി വാട്ട് ഈസ് ദ പ്രീമിയം ഹിയർ? പ്രീമിയം 12,000 ആണ്. ആ പ്രീമിയം നമ്മൾ ആരുമായി സെറ്റ് ഓഫ് ചെയ്തു, സെക്യൂരിറ്റി പ്രൈസ് സെറ്റ് ഓഫ് ചെയ്തു. ദിസ് ഈസ് ദ എൻട്രി ദാറ്റ് വി പാസ്. അപ്പോൾ ദിസ് എക്സാമ്പിൾ ക്ലിയർലി മെൻഷൻസ് ഇത് ഏത് മെത്തേഡ് ആയിരുന്നു, പിന്നെ കോമ്പിനേഷൻ മെത്തേഡ്. ദിസ് വാസ് കോമ്പിനേഷൻ മെത്തേഡ്. കോമ്പിനേഷൻ മെത്തേഡ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ എടാ? കോമ്പിനേഷൻ മെത്തേഡ് ക്ലിയർ ആണോ? നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്തത് ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10,000 × 10 1 lakh ആണ്. 20% ബൈബാക്ക് ചെയ്യാൻ പോവാണ് 12 rupeesന്. ജനറൽ റിസർവ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ 5,000 പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തു. എത്ര രൂപക്കാണ് നമ്മൾ 5,000 പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തത്? എടാ 5,000 പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തു. എത്ര രൂപക്കാണ് ഇഷ്യൂ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു മിനിറ്റ്, 5,000 പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂഡ്, ഒരു പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. 5,000 പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തു നമ്മൾ 2 rupeesന്. ഓക്കെ, അപ്പോൾ ഇവിടെ CRRക്ക് മാറ്റേണ്ട എമൗണ്ട് എത്ര? നമ്മൾ ബൈബാക്ക് ചെയ്യുന്ന 20% ഇക്വിറ്റി ഷെയർസ് അല്ലേ. അപ്പോൾ എത്ര ബൈബാക്ക് ചെയ്യുന്ന നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്? 2,000. അപ്പോൾ എത്ര ബൈബാക്ക് ചെയ്യുന്ന ഇക്വിറ്റി ഷെയർസിൻ്റെ ഫേസ് വാല്യൂ? 2,000 × 10. എടാ അല്ലേ 20,000. ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്നത് 5,000 പ്രിഫറൻസ് ഷെയർസ് അല്ലേ. അപ്പോൾ എത്ര രൂപ ഫേസ് വാല്യൂ? എത്ര രൂപയ്ക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്? 2 rupeesന്. അപ്പോൾ എത്ര നമുക്ക് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഫ്രഷ് ഇഷ്യൂലൂടെ വരിക? 5,000 × 2 എത്ര വരിക? 10,000. അപ്പോൾ ഇനി എത്ര എമൗണ്ട് നമ്മൾ CRRക്ക് മാറ്റേണ്ടി വരിക? 10,000. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്യാൻ വേണ്ടി ഡ്യൂ ആക്കുക. അപ്പോൾ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്യാൻ വേണ്ടി ഡ്യൂ ആക്കുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് എത്ര? 2,000 × 10. 20,000. പ്രീമിയം പേയബിൾ ബൈബാക്ക് ചെയ്യുന്നത് 12 രൂപക്കല്ലേ. അപ്പോൾ പ്രീമിയം എത്രയാണ്? 2,000 × 2 എത്ര വരിക? 4,000. ഇക്വിറ്റി ഷെയർ ബൈബാക്ക് എത്ര? ഇക്വിറ്റി ഷെയർ ബൈബാക്ക് 24,000. അവർക്ക് നമ്മൾ പൈസ കൊടുത്തു. ഇനി CRRക്ക് മാറ്റണം. CRRക്ക് എത്ര മാറ്റേണ്ടത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, 10,000. അത് നമ്മൾ എവിടെ നിന്ന് എടുത്ത് മാറ്റിക്കോ? ജനറൽ റിസർവ്. അപ്പോൾ ജനറൽ റിസർവ് കുറയും, CRR കൂടും. ദെൻ ഇനി എന്ത് ചെയ്യുക? പ്രീമിയം പേയബിൾ ബൈബാക്കിന് നമ്മൾ ആരുമായി സെറ്റ് ഓഫ് ചെയ്യുക? സെക്യൂരിറ്റി പ്രീമിയം ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യുക. സെക്യൂരിറ്റി പൈസ ഉണ്ട്, അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം കുറയും, പ്രീമിയം പേയബിൾ ബൈബാക്ക് കുറയും. എൻട്രി വിൽ ബി സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് അറ്റ് ടു പ്രീമിയം പേയബിൾ ബൈബാക്ക്. ഇനി നമ്മൾ ഫ്രഷ് ഇഷ്യൂ ചെയ്യാണ് അല്ലേ, 5,000 പ്രിഫറൻസ് ഷെയർസ് 2 rupees. ഇതാണ് ആദ്യം കൊടുക്കേണ്ട എൻട്രി കേട്ടോ. അപ്പോൾ ഫ്രഷ് ഇഷ്യൂ ചെയ്യുമ്പോൾ ജനറൽ എൻട്രി എന്ത് വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ബാങ്ക് അസറ്റ് കൂടി ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കൂടുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ബൈബാക്ക് ചെയ്യുന്ന ഇക്വിറ്റി ഷെയറിൻ്റെ ഫേസ് വാല്യൂ ഈസ് ഈക്വൽ ടു CRRക്ക് മാറ്റിയ എമൗണ്ട് പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. എടാ ശരിയല്ലേ? ഐ റിപ്പീറ്റ്, ബൈബാക്ക് ചെയ്ത ഇക്വിറ്റി ഷെയറിൻ്റെ ഫേസ് വാല്യൂ ഈസ് ഈക്വൽ ടു CRRക്ക് മാറ്റിയ എമൗണ്ട് പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഫ്രഷ് ഇഷ്യൂ ചെയ്ത് ശരിയല്ലേ? മാച്ചിങ്. ദെൻ അടുത്തൊരു കൺസെപ്റ്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നെക്സ്റ്റ് ഒരു കൺസെപ്റ്റോട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ലാസ്റ്റ് കൺസെപ്റ്റ് ബൈബാക്കിൽ നമ്മൾ പറഞ്ഞത് അറ്റ് എ ടൈം ഹൗ മെനി ഷെയർസ് ക്യാൻ ബി ബോട്ട് ബാക്ക് അല്ലേ. ഒരു സമയം തന്നെ എത്ര ഷെയർ നമുക്ക് പരമാവധി ബൈബാക്ക് ചെയ്യാൻ പറ്റും? ഇതല്ലേ നമ്മൾ പറഞ്ഞേ. അറ്റ് എ ടൈം നമുക്ക് മാക്സിമം ഒരു ടൈമിൽ നമുക്ക് എത്ര ഷെയർ ആണ് നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ടാണ് പിന്നീട് നമ്മൾ പോയത്. ഓക്കെ, അറ്റ് എ ടൈം നമുക്ക് മാക്സിമം എത്ര ഷെയർ ബൈബാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ടാണ് നമ്മൾ പിന്നീട് പോയത്. ഓക്കെ, സോ ഐ തിങ്ക് വി ഹാഡ് ഡിസ്കസ്ഡ് ആൻ എക്സാമ്പിൾ ബിഫോർ, റൈറ്റ്? ഇല്ലടാ? Okay, let's see the position of companies like this. Okay, അപ്പോൾ അറ്റ് എ ടൈം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട് 50,000, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട് 10,000 ഷെയർസ് ഓഫ് 10, CRR ഉണ്ട് 10,000. ഈ CRR 10,000 ഉണ്ട് പറഞ്ഞാൽ വാട്ട് ഡസ് ദാറ്റ് മീൻ? CRR 10,000 ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് മനസ്സിലാക്കേണ്ട എന്താ? കമ്പനി മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നെങ്കിൽ പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബൈബാക്ക് ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി, ഒന്നെങ്കിൽ കമ്പനി പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കമ്പനി ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പിന്നെ ഈ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അതിനെ റീഡ് ചെയ്യാനായിട്ട്.
ഓക്കെ, കമ്പനി ഒന്നെങ്കിൽ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, എടാ ഇതിനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ഈ ഫിഗേഴ്സ് നോക്കിയേ. അപ്പോൾ അറ്റ് എ ടൈം പരമാവധി എത്ര ഷെയർ ബൈബാക്ക് ചെയ്യാൻ പറ്റും? അതിൽ ദർ ആർ 3 ടെസ്റ്റ്, 3 ടെസ്റ്റുകളുണ്ട്. ആ 3 ടെസ്റ്റുകൾ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ ടെസ്റ്റാണ് ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ്. ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ് പറയുന്നത് എത്രയാണോ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് അതിൻ്റെ എത്ര % വരെ നമുക്ക് ബൈബാക്ക് ചെയ്യാം? 25% വരെ നമുക്ക് ബൈബാക്ക് ചെയ്യാം. എടാ എത്രയാണോ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് അതിൻ്റെ 25% വരെ നമുക്ക് എന്ത് ചെയ്യാം, ബൈബാക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്രയാണ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്? എത്രയാണ്? 10,000. അതിന് 25% വരെ നമ്മൾ ബൈബാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര വരെ നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റും? 2,500 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈബാക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ് പറഞ്ഞാൽ എടാ 10,000 ആണ്. 10,000 × 25% പറയുമ്പോൾ എത്ര വരിക? ഇറ്റ് വിൽ ബി 2,500 അല്ലേ? 2,500 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈബാക്ക് ചെയ്യാൻ പറ്റും അല്ലേ? എടാ 2,500 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈബാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ആണെന്ന് വെച്ചാൽ, അപ്പോൾ ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ് പ്രകാരം നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഷെയർസ് പറഞ്ഞാൽ 2,500. രണ്ടാമത്തെ ടെസ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ, എടാ സെക്കൻഡ് ടെസ്റ്റ് പറയുന്നത് ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റിന് ശേഷം രണ്ടാമത്തെ ടെസ്റ്റാണ് റിസോഴ്സ് ടെസ്റ്റ്. എന്താ പറയുന്നത്? റിസോഴ്സ് ടെസ്റ്റ് പറഞ്ഞാൽ ബൈബാക്കിന് വേണ്ടി നമുക്ക് പരമാവധി എത്ര എമൗണ്ടേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? 25% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്സ്. എടാ നമുക്ക് പരമാവധി ബൈബാക്കിന് എത്ര എമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? 25% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്സ്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരൊക്കെ എടുക്കണം? ഇക്വിറ്റിന് എടുക്കണം, അതുപോലെ ആരെടുക്കണം? പ്രിഫറൻസിന് എടുക്കണം. ഫ്രീ റിസർവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനറൽ റിസർവിന് എടുക്കുക, സെക്യൂരിറ്റി പ്രീമിയത്തിന് എടുക്കുക, പിയാനിൽ എടുക്കുക. എന്ന് പറഞ്ഞാൽ ഫ്രീ റിസർവ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് കമ്പ്യൂട്ടേഷൻ, കമ്പനീസ് ആക്ട് ഡെഫിനിഷൻ പ്രകാരം ഈ ഒരു കമ്പ്യൂട്ടേഷന് വേണ്ടി ഫ്രീ റിസർവ്സ് നമ്മൾ എടുക്കുമ്പോൾ ദാറ്റ് ഇൻക്ലൂഡ്സ് സെക്യൂരിറ്റി പ്രീമിയം ആൾസോ. ഫ്രീ റിസർവ്സ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് ആരും കൂടെ ഉണ്ട്? സെക്യൂരിറ്റി പ്രീമിയവും ഉണ്ട്. ഫ്രീ റിസർവ്സ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട്. ക്ലിയർ ആണോ? ഫ്രീ റിസർവ്സ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് ആരുണ്ട്? സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഫ്രീ റിസർവ്സ് എടുത്തേ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എടുത്തു, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എടുത്തു, ജനറൽ റിസർവ് എടുത്തു, സെക്യൂരിറ്റി പ്രീമിയം എടുത്തു, പിയാൻ എടുത്തു. അപ്പോൾ ടോട്ടൽ കംസ് എത്ര വരെ? 2,10,000. എടാ 2,10,000 അല്ലേ? 2,10,000 എത്ര വരെ നിങ്ങൾക്ക് വാങ്ങാം? 25% വരെ. അപ്പോൾ എത്ര വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം? എത്ര ഫണ്ട് യൂസ് ചെയ്യാം? 50 to 500. എടാ ബൈബാക്ക് പ്രൈസ് പറഞ്ഞാൽ 40 ആണ്. ഒരു ഷെയർ ബൈബാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫണ്ട് പറഞ്ഞാൽ, റിസോഴ്സ് പറഞ്ഞാൽ ഫേസ് വാല്യൂ 10 ആണോ, ബൈബാക്ക് പ്രൈസ് 40 ആണോ? ഒരു ഷെയർ നിങ്ങൾ ബൈബാക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾ യൂസ് ചെയ്യുന്ന റിസോഴ്സ് പറഞ്ഞാൽ ഫേസ് വാല്യൂ 10 ആണോ, ബൈബാക്ക് പ്രൈസ് 40 ആണോ? എടാ ഏതാ ഫേസ് വാല്യൂ 10 ആണോ, ബൈബാക്ക് പ്രൈസ് 40 ആണോ? എടാ ബൈബാക്ക് പ്രൈസ് 40 ആണോ, ഫേസ് വാല്യൂ 10 ആണോ? ഒരു ഷെയർ നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സ് പറഞ്ഞാൽ ഫേസ് വാല്യൂ 10 ആണോ, ബൈബാക്ക് പ്രൈസ് 40 ആണോ? ബൈബാക്ക് പ്രൈസ് 40 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എത്ര റിസോഴ്സ് വരെ യൂസ് ചെയ്യാം, എത്ര എമൗണ്ട് യൂസ് ചെയ്യാം? 50 to 500. ഈ 50 to 500 നമ്മൾ എങ്ങനെ എത്തിയത്? എങ്ങനെ ഈ 50 to 500 നമ്മൾ എത്തിയത്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്സ് ഇൻക്ലൂഡിങ് സെക്യൂരിറ്റി പ്രീമിയത്തിൻ്റെ എത്ര %? 25%. ഓക്കെ, ഇതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സ്. അപ്പോൾ ഒരു ഷെയർ ബൈബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സ് ആണ് 40. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര ഷെയർ ബൈബാക്ക് ചെയ്യാൻ പറ്റും? 50 to 500 / 40 ആണ് എത്ര വരിക? 1312. എടാ 1312. 1312 is the number of shares that can be bought back as per ഏത് ടെസ്റ്റ്? ആസ് പെർ ഏത് ടെസ്റ്റ്? റിസോഴ്സ് ടെസ്റ്റ്. നമ്മളിപ്പോൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ക്യാൻ ബി ബോട്ട് ബാക്ക് അല്ലേ? നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി നമ്പർ ഓഫ് ഷെയർസ്. അതിന് 3 ടെസ്റ്റ് ഉണ്ട്. ഒന്നാമത്തെ ടെസ്റ്റ് ആണ് എന്ത്? ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ്. രണ്ടാമത്തെ ടെസ്റ്റ് ആണ് എന്ത്? റിസോഴ്സ് ടെസ്റ്റ്. മൂന്നാമത്തെ ടെസ്റ്റ് ആണ് എന്ത്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ് എന്താ പറഞ്ഞത്? ഇഫ് ദ ഡെപ്റ്റ് ഈസ് 2, ഇക്വിറ്റി ഷുഡ് ബി മിനിമം 1. ഓക്കെ, അപ്പോൾ ഡെപ്റ്റ് 5 ആണ്, ഇക്വിറ്റി 10 ആവാൻ പറ്റുമോ? ഇഫ് ദ ഡെപ്റ്റ് ഈസ് 2, ഇക്വിറ്റി ഷുഡ് ബി മിനിമം 1. അതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്. അപ്പോൾ ഡെപ്റ്റ് 5 ആണ്, ഇക്വിറ്റി 10 ആവാൻ പറ്റുമോ? പറ്റും. എടാ അടിപൊളി അല്ലേ? ഡെപ്റ്റ് 5 ആണ്, ഇക്വിറ്റി 4 ആവാൻ പറ്റുമോ? പറ്റും. ഡെപ്റ്റ് 10 ആണ്, ഇക്വിറ്റി 5 ആവാൻ പറ്റുമോ? പറ്റും. എടാ ഡെപ്റ്റ് 10 ആണ്, ഇക്വിറ്റി 20 ആവാൻ പറ്റുമോ? പറ്റും. ഡെപ്റ്റ് 1 ആണ്, ഇക്വിറ്റി 0.1 ആവാൻ പറ്റുമോ? ഇല്ല. കാരണം ഡെപ്റ്റ് 1 ആണെങ്കിൽ ഇക്വിറ്റി മിനിമം 0.5 ആണ്. ആ ഓറിയന്റേഷൻ മനസ്സിലായില്ലേ?
നോ മെനി പീപ്പിൾ ആർ ഗോയിങ് ടു മേക്ക് മിസ്റ്റേക്ക് ഓവർ ഹിയർ. അത് ശ്രദ്ധിക്കുക. അപ്പം നമ്മളെ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റി ആണോ മാറുക, ഡെപ്റ്റ് ആണോ മാറുക? ഇക്വിറ്റിയാണ് മാറുക, ഡെപ്റ്റ് മാറില്ല അല്ലേ. അപ്പോൾ ഡെപ്റ്റ് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ബോറോയിങ്സ് ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ട്രേഡ് പേബിൾ പോലത്തെ ബിൽസ് പേബിൾ പോലത്തെ സാധനങ്ങൾ ഇവിടെ എടുക്കാൻ പാടില്ല. അത് ഷോർട്ട് ടേം ആവാം, ലോങ് ടേം ആവാം, സെക്യൂർഡ് ആവാം, അൺസെക്യൂർഡ് ആവാം. ലോങ് ടേം ആവണം തന്നെയല്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഡെപ്റ്റ് എത്ര വരിക? ഇതാ STB LTB ഉണ്ട്. ഇവിടെ STB LTB പറഞ്ഞാൽ ഷോർട്ട് ടേം ബോറോയിങ്, ലോങ് ടേം ബോറോയിങ്. അപ്പോൾ ടോട്ടൽ എത്ര വരുന്നത്? ഇറ്റ്സ് 3 lakh. അപ്പോൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർക്കിംഗ് ആലോചിച്ചാൽ മതി. ഡെപ്റ്റ് ആഫ്റ്റർ ബൈബാക്ക്, ബൈബാക്കിന് ശേഷവും ബൈബാക്കിന് മുന്നേയും ഡെപ്റ്റ് മാറൂല. ഡെപ്റ്റ് ആഫ്റ്റർ ബൈബാക്ക് എത്ര വരുന്നത്? എടാ 2 + 1 പറഞ്ഞാൽ എത്ര വരിക? എത്ര വരിക? 3 lakh. എടാ 3 lakh അല്ലേ വരിക? അപ്പോൾ ഡെപ്റ്റ് 2 ആണെങ്കിൽ, ഇഫ് ദ ഡെപ്റ്റ് ഈസ് 2, ഇക്വിറ്റി ഷുഡ് ബി മിനിമം 1 എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഡെപ്റ്റ് 3 lakh എന്ന് പറഞ്ഞാൽ 2 ആണെങ്കിൽ ഇക്വിറ്റി നമ്മൾ എത്ര മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? 1,50,000. എടാ 1,50,000 എങ്ങനെ മനസ്സിലായില്ലേ? ഡെപ്റ്റ് 3 lakh ആണെങ്കിൽ ഇക്വിറ്റി അതിൻ്റെ പകുതിയെങ്കിലും വേണം അല്ലേ? ഡെപ്റ്റ് 3 lakh ആണ്, ഇക്വിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട എത്രയാണ്? 1,50,000. ഓക്കെ. അപ്പോൾ ഡെപ്റ്റ് ആഫ്റ്റർ ബൈബാക്ക് 3 lakh ആണ്. ഇക്വിറ്റി ടു ബി മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ 3 lakh / 1 എന്ന് പറഞ്ഞാൽ 3 lakh / 2 എന്ന് പറഞ്ഞാൽ 2 × 1 എന്ന് പറഞ്ഞാൽ 1,50,000. ഓക്കെ. ഇനി പ്രസൻറ്റ് ഇക്വിറ്റി നമ്മൾ റിസോഴ്സ് ടെസ്റ്റിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്താലേ എത്രയാണ് പ്രസൻറ്റ് ഇക്വിറ്റി? 2,10,000. പ്രസൻറ്റ് ഇക്വിറ്റി എത്ര വരുന്നത്? 2,10,000. എടാ പ്രസൻറ്റ് ഇക്വിറ്റി പറഞ്ഞാൽ ഒന്നുമില്ല. ആരൊക്കെയാണ് ഇവിടെ കൂട്ടേണ്ടത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ജനറൽ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം എടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് P&L, ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പ്രസൻറ്റ് ഇക്വിറ്റി പറഞ്ഞാൽ എത്ര വരിക? 2,10,000. അപ്പോൾ പ്രസൻറ്റ് ഇക്വിറ്റി 2,10,000 ആണ്. പക്ഷേ ഇക്വിറ്റി എത്ര വരെ കുറയാം? 1,50,000 വരെ കുറയാം. അപ്പോൾ എത്ര വരെ പെർമിസിബിൾ റിഡക്ഷൻ ഇക്വിറ്റി എത്ര വരെ കുറയാം? 60,000 വരെ കുറയാം. എടാ നമ്മുടെ ഇപ്പോഴത്തെ ഇക്വിറ്റി 2,10,000 ആണ്. പക്ഷേ ബൈബാക്കിന് ശേഷം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇക്വിറ്റി എത്ര വേണം? മിനിമം 1,50,000 വേണം അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ പെർമിസിബിൾ റിഡക്ഷൻ ഇക്വിറ്റിയിൽ ഇപ്പോൾ എത്ര വരെ നമുക്ക് കുറയാം? 60,000 വരെ നമുക്ക് എന്ത് ചെയ്യാം? കുറയാം. ഓക്കെ. അപ്പോൾ 60,000 നമ്മൾ കുറയുകയാണെങ്കിൽ എത്ര ഷെയർ വരെ നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റും? ബൈബാക്ക് പ്രൈസ് 40 അല്ലേ? ഒരു ഷെയർ ബൈബാക്ക് ചെയ്യുമ്പോൾ ഇക്വിറ്റിയിൽ ഉണ്ടാകുന്ന റിഡക്ഷൻ എത്ര? 40 ആണോ, 10 ആണോ, 50 ആണോ? 50. എങ്ങനെ 50 പറ? ആദ്യം ഫേസ് വാല്യൂ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും. പിന്നെ ഫേസ് വാല്യൂ 10 ഷെയർ ക്യാപിറ്റൽ എന്ന് കുറഞ്ഞു. പിന്നെ പ്രീമിയം പേബിൾ ബൈബാക്ക് നമ്മൾ സെക്യൂരിറ്റി സെറ്റ് ഓഫ് ചെയ്തപ്പോൾ അതും കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എത്ര കുറഞ്ഞു? ബൈബാക്ക് പ്രൈസ് കുറഞ്ഞു അല്ലേ? കൂടാതെ 10 രൂപ നമ്മൾ എന്ത് ചെയ്യും? ഫ്രീ റിസർവ്സ് എടുത്ത് നമ്മൾ ഇങ്ങോട്ട് മാറ്റും, CRRക്ക് മാറ്റും. അപ്പോൾ അവിടെയും കുറഞ്ഞില്ലേ? അപ്പോൾ ഒരു ഷെയർ നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ, ബൈബാക്ക് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യുമ്പോൾ കേട്ടോ, ബൈബാക്ക് ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ അല്ല, ബൈബാക്ക് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യുമ്പോൾ ഒരു ഷെയർ ബൈബാക്ക് ചെയ്യുമ്പോൾ ഇക്വിറ്റിയിൽ ഉണ്ടാകുന്ന റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ബൈബാക്ക് പ്രൈസ് പ്ലസ് ഫേസ് വാല്യൂ. ഏതാണ്? ബൈബാക്ക് പ്രൈസ് പ്ലസ് ഫേസ് വാല്യൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 10 രൂപ ഫേസ് വാല്യൂടെ ഷെയർ 40 രൂപയ്ക്ക് നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ 10 രൂപ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് കുറയും. 30 രൂപ സെക്യൂരിറ്റി സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ കുറഞ്ഞു. 10 രൂപ പിന്നെ നമ്മൾ ഏതെങ്കിലും ഫ്രീ റിസർവ്സ് എടുത്ത് നമ്മൾ ഇങ്ങോട്ട് മാറ്റി, CRRക്ക് മാറ്റി. അപ്പോൾ മൊത്തം നമ്മുടെ പിന്നെ ഇക്വിറ്റിയിൽ ഉണ്ടാകുന്ന റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ 10 + 30 + 10 = 50, വിച്ച് ഈസ് ഈക്വൽ ടു ബൈബാക്ക് പ്രൈസ് പ്ലസ് ഫേസ് വാല്യൂ. അപ്പോൾ 60,000 എന്ത് ചെയ്യാം? നമുക്ക് 60,000 നമുക്ക് എവിടെ കുറയാം? ഇക്വിറ്റിയിൽ കുറയാം. അപ്പോൾ ഒരു ഷെയർ ബൈബാക്ക് ചെയ്യുമ്പോൾ തന്നെ 50 രൂപ കുറയുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ഷെയർ നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റും? വി ക്യാൻ ബൈബാക്ക് അപ് ടു ഹൗ മെനി ഷെയർസ്? 1,200. 60,000 ആണ് പെർമിസിബിൾ റിഡക്ഷൻ ഇക്വിറ്റി. ഡിവൈഡഡ് ബൈ ഏതടിക്കുക? 40 + 10 50 അടിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1,200 ഷെയർസ്. അപ്പോൾ 1,200 ആണ് നമ്മൾ ഏത് ടെസ്റ്റ്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്. റിസോഴ്സ് ടെസ്റ്റ് പറഞ്ഞാൽ 1,312. അതുപോലെ തന്നെ ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ് പറഞ്ഞാൽ എത്ര? 2,500. അപ്പോൾ വിച്ച് എവർ ഈസ് ലോവർ ആണോ വിച്ച് എവർ ഈസ് ഹയർ ആണോ നിങ്ങൾ എടുക്കേണ്ടത്? വിച്ച് എവർ ഈസ് ലോവർ. വിച്ച് എവർ ഈസ് ലോവർ എത്ര വരിക? 1,200. ശരിയാണോ? 1,200. പിന്നെ ഈ ബൈബാക്ക് ചാപ്റ്ററിൽ വരിക നമ്മൾ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രിഫറൻസ് ഷെയർ എന്ത് ചെയ്യും? നമ്മൾ റെഡീം ചെയ്യും. എടാ പ്രിഫറൻസ് ഷെയർ എന്ത് ചെയ്യും? നമ്മൾ റെഡീം ചെയ്യും. പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യുമ്പോൾ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്യുമ്പോൾ തന്നെ അതേ റൂളാണ്. എന്താ റൂൾ? എന്താ? ഫേസ് വാല്യൂ മാച്ചിങ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് സെക്യൂരിറ്റി പ്രീമിയത്തിന് ഒന്നും എടുക്കാൻ പാടില്ല, അത്രേ ചേഞ്ച് ഉള്ളൂ. ഫേസ് വാല്യൂ മാച്ചിങ്. പ്രിഫറൻസ് ഷെയർ റിഡംഷൻ്റെ റൂളും ഇക്വിറ്റി ഷെയർ ബൈബാക്കിൻ്റെ റൂളും എന്താണ്? സെയിം ആണ്. പിന്നെ ഇവിടെ ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടാണ് പ്രിഫറൻസ് ഷെയർ റിഡംഷൻ ഇത്ര പ്രിഫറൻസ് ഷെയർ വാങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ റിഡീം ചെയ്യാൻ പറ്റുള്ളൂ ലിമിറ്റ് ഇല്ലാത്തത്? ടൈം ബേസിലാണ്. 5 കൊല്ലത്തേക്കാണ് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഫുൾ കൊടുക്കണം. അല്ലാതെ അവിടെ പിന്നെ 20% അല്ലെങ്കിൽ 10% അങ്ങനെ വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഫുൾ കൊടുക്കണം. എടാ മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ തന്നെ ബോണസ് ഇഷ്യൂ. ഇതിന് മിക്സ് ആയിട്ട് അവർ എന്ത് ചെയ്യാൻ പറയുന്ന അറിയോ? എടാ ബോണസ് ഇഷ്യൂ പറഞ്ഞേ. ബോണസ് ഇഷ്യൂ എങ്ങനെ ചെയ്യുക? ബോണസ് ഇഷ്യൂ പറഞ്ഞാൽ എന്താ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ ഫ്രീ ആയിട്ട് ഷെയർ കൊടുക്കുന്നത് പറയുന്നവരാണ് എന്ത്? ബോണസ് ഇഷ്യൂ. ശരിയല്ലേ? അപ്പോൾ ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള റൂൾസ് എങ്ങനെ പറഞ്ഞേ? ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ബോണസ് ഇഷ്യൂ ക്യാൻ ബി മെയ്ഡ് ഔട്ട് ഓഫ് എവിടുന്നൊക്കെ ബോണസ് ഇഷ്യൂ ചെയ്യുക? CRR, സെക്യൂരിറ്റി പ്രീമിയം, ഫ്രീ റിസോഴ്സ് കേട്ടോ. ക്യാപിറ്റൽ റിസർവ് എന്നൊക്കെ പറ്റും, കുഴപ്പമില്ല. ഓക്കെ, ഫ്രീ റിസർവ്സ്. ഇതാണ് കമ്പനീസ് ആക്ടിൽ പറഞ്ഞത്. എങ്ങനെയാണ്? ബോണസ് ഇഷ്യൂ ഷുഡ് ബി മെയ്ഡ് ഔട്ട് എന്നാണോ പറഞ്ഞത്? മേ ബി മെയ്ഡ് ഔട്ട് എന്നാണോ പറഞ്ഞത്? മേ ബി എന്നാണ്. അപ്പോൾ ഇതിന് മാത്രമേ പറ്റുള്ളൂ? ഇതിന് അല്ലാതെയും പറ്റുമോ? ഇതിന് അല്ലാതെയും പറ്റും. പക്ഷെ അവർ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് റീവാലുവേഷൻ റിസർവ്
അങ്ങനത്തെ സാധനങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ റിസർവ്സിന് പൈസ എടുക്കും, എന്നിട്ട് ബോണസ് കൊടുക്കാനുണ്ടെന്ന് ഡ്യൂ ആക്കി വെക്കും, എന്നിട്ട് ബോണസ് കൊടുക്കും. ബോണസ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ആക്ച്വലി ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ഉണ്ടോ, ഇല്ല. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഷെയർസ് കൂടും. ബോണസ് ഇഷ്യൂ ഈസ് ഓൾവേസ് മെയ്ഡ് അറ്റ് പാർ വാല്യൂ. അവിടെ ബോണസ് ഇഷ്യൂ ഈസ് ഓൾവേസ് മെയ്ഡ് അറ്റ് പാർ വാല്യൂ. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ബോണസ് ഇഷ്യൂവിന്റെ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞു നോക്കിയേ, CRR അക്കൗണ്ട് ഡെബിറ്റ്, സെക്യൂരിറ്റി അക്കൗണ്ട് ഡെബിറ്റ്, റിസർവ് അക്കൗണ്ട് ഡെബിറ്റ്, വാട്ട് എവർ. ഓക്കെ, ഡെബിറ്റ് ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ബോണസ് കൊടുക്കാണ്ട് ഡ്യൂ ആക്കി വെക്കുക. കൊടുക്കുന്ന സമയത്തോ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതാണ്